നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ ജമിയത്ത് ഉലമ ഇസ്ലാം ഭീകരൻ കൊല്ലപ്പെട്ടു. അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് മുഫ്തി അബ്ദുൽ ബാഖി. വെടിയേറ്റത് കൊറ്റ വിമാനത്താവളത്തിൽ വെച്ച്. ഇസ്ലാമിക ഭീകരവാദം നേരിടുന്നതിൽ ഭാരതവും അമേരിക്കയും നേരിടുന്നത് പൊതുവെല്ലുവിളിയെന്ന US രഹസ്യാന്വേഷണ മേധാവി. ഭീകരതയെ നേരിടാൻ ട്രംപും മോദിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവെന്ന തുൾസി ഗബാർഡ്. സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർബവന്ത് സിംഗ് പന്നുവിനെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ഗബാർഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അനധികൃത കുടിയേറ്റത്തിനും ഭീകരവാദത്തിനുമെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഭാരതവും ന്യൂസിലാൻഡും. ഡൽഹിയിൽ മോദി ലക്സൺ കൂടിക്കാഴ്ച. റൈസീന ഡയലോഗ് ആരംഭിച്ചു. കശ്മീരിൽ ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. UPയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. വെടിയേറ്റത് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. സംഭവം ഹത്രാസിൽ. ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടക്കം. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ലാൻഡ് ചെയ്യുക. ഇന്ത്യൻ സമയം മാർച്ച് 19 പുലർച്ചെ. ചന്ദ്രയാൻ 5 ദൗത്യത്തിന് കേന്ദ്ര അനുമതി ലഭിച്ചതായി മേധാവി ഡോക്ടർ വി നാരായണൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. പാർട്ടിയിലെ പുതിയ നേതൃത്വത്തിന് വലിയ ഉത്തരവാദിത്തമെന്ന് കേരള പ്രഭാരി. വിശദമായ വാർത്തകളിലേക്ക്. പാകിസ്ഥാനിൽ ജമിയത്ത് ഉലമ ഇസ്ലാം ഭീകരൻ കൊല്ലപ്പെട്ടു. മുഫ്തി അബ്ദുൽ ബാഖിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കൊറ്റ വിമാനത്താവളത്തിൽ വെച്ചാണ് ഭീകരന് വെടിയേൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? വിഷ്ണു, ജാമിയത്ത് ഉലുമ ഇസ്ലാം നേതാവ് മുഫ്തി അബ്ദുൽ ഖാസി നുർസ എന്നുള്ള ഭീകരനാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ കാശ്മീരിലെ ക്വാട്ട വിമാനത്താവളത്തിന് സമീപം വെച്ച് അജ്ഞാതർ ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇയാൾക്ക് ചുറ്റിനും ഇയാളുടെ പോലീസ് സംരക്ഷണത്തിനുള്ള കാവൽക്കാരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യം, ഇയാളുടെ സുരക്ഷയ്ക്കുള്ള പാകിസ്ഥാൻ സൈന്യവും ഉണ്ടായിരുന്നു. ഇവരെ വെടിവെച്ചിട്ട ശേഷമാണ് ഈ ജാമിയത്ത് ഉലുമ ഇസ്ലാം നേതാവ് മുഫ്തി അബ്ദുൽ ഖാസി കുർസിയെ അജ്ഞാതർ വെടിവെച്ച് ഇട്ടത്. ഇയാളുടെ സുരക്ഷയ്ക്ക് എത്തിയിരുന്ന ഭടന്മാർ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ഇയാൾ മരിക്കുകയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇത് രണ്ടാമത്തെ അക്രമമാണ് ഭീകരർക്ക് നേരെ അജ്ഞാതർ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് അബു ഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച് 24 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുമ്പാണ് പാകിസ്ഥാനിൽ അജ്ഞാതർ അടുത്ത ഭീകരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും അതേപോലെ തന്നെ ജെയ്ഷ ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനുമായ ഹാഫിസ് സെയ്ദാകും അടുത്ത ഇരയെന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അഭയം തേടിയ ഭീകരവാദികൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്നുള്ളതാണ് ഈ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ഭാരതത്തിൻ്റെ ചാരസംഘടനയായ റോയാണ് ഈ അജ്ഞാത കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നുള്ളതാണ് പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഉയരുന്ന ആക്ഷേപം. അതേസമയം ചില വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ തന്നെയാകും ഭീകരവാദികളെ കൊന്നുകൊണ്ട് ഭാരതത്തിന് മേൽ പഴിചാരുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 12-ലധികം ഭീകരരുടെ നേതാക്കളെയാണ് ഈ പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ്. അജ്ഞാതർ ആരാണെന്നോ എന്താണോ അവരുടെ ലക്ഷ്യമെന്നോ ഒന്നും ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. അതേസമയം ഈ കൊല്ലപ്പെടുന്ന അജ്ഞാതരൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഏതെങ്കിലും
തരത്തിൽ ഈ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്നലെ കൊല്ലപ്പെട്ട ഈ ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് അബു ഖത്തൽ, അയാളെ ഈ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണവുമായി അയാൾക്ക് ബന്ധമുണ്ട്. മാത്രമല്ല ജമ്മു കാശ്മീരിലെ ഈ ഗ്രാമങ്ങളിൽ നിന്നും യുവാക്കളെ ഈ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, കമാൻഡറാണ് ഇന്നലെ കൊല്ലപ്പെട്ട ഈ ഭീകരൻ എന്നുള്ളതാണ്. ഏതായാലും ഈ ഭീകരരുടെ നേതാക്കന്മാരെയാണ് ഈ പാകിസ്ഥാനിലെത്തിയ അജ്ഞാതർ കൊല്ലുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വിഷ്ണു. യെസ്, നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. 200 വർഷത്തിലേറെയായി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളാണ് ഭാരതവും ന്യൂസിലാൻഡും. ന്യൂസിലാൻഡിലെ വൈവിധ്യമാർന്ന ജീവിതശൈലി ഭാരത വംശജർ ഉൾക്കൊണ്ടു കഴിഞ്ഞുവെന്ന റെയ്സീന ഡയലോഗിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ പറഞ്ഞു. റെയ്സീന ഡയലോഗ് പുരോഗമിക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേർന്നുകൊണ്ട്. ഐസൺ, നിർണായകമായൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരുവരും ഒപ്പുവെച്ചതായാണ് വിവരം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിഷ്ണു, ഏറെ ഗൗരവമേറിയ ചില ചർച്ചകളും ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളുമെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്റ്റഫർ ലെക്സണുമായി പങ്കുവച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. നമുക്കറിയാവുന്നതാണ്, ഈ ന്യൂസിലാൻഡ് കേന്ദ്രീകരിച്ച് ചില ഭാരതവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഭാരതവിരുദ്ധ ശക്തികൾ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് ഒരു ബോധ്യം താങ്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ച ആ ഒരു നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. അത് സംബന്ധിച്ച് ഏത് സംഘടനകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്, അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളെല്ലാം തന്നെ കൈമാറാൻ ഭാരതം തയ്യാറാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കാമെന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന ഇത്തരം ഭീകര സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ ആ വിഭാഗങ്ങളോട് കർശനമായ നീക്കങ്ങൾ നടത്തണമെന്നൊരാവശ്യം തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പലതരത്തിലുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ചിലരെല്ലാം തന്നെ ഈ ന്യൂസിലാൻഡ് ബന്ധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ കാര്യം തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തത്. വളരെ കൃത്യമായ നീക്കങ്ങൾ, നിരവധിയായ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നതിനുള്ള നിരവധിയായ കരാറുകളാണ് ഉണ്ടായത്. പ്രതിരോധ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് കൃത്യമായൊരു റോഡ് മാപ്പ് തയ്യാറാക്കാനുള്ള ഒരു നീക്കം പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ക്രിസ്റ്റഫർ ലെക്സൻ്റെയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. മാത്രമല്ല, കാലങ്ങളായി അല്പം മന്ദീഭവിച്ചിരിക്കുന്ന ഒരു നയതന്ത്ര ബന്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ, അതായത് ന്യൂസിലാൻഡുമായി മന്ദീഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മന്ദീഭവിച്ചു എന്ന് കരുതാവുന്ന രീതിയിൽ പിന്നാക്കം പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ശക്തമായ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന് കൃത്യമായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ന്യൂസിലാൻഡിൽ നിന്നും ഭാരത വംശജരും അല്ലാത്തതുമായ നിരവധി ബിസിനസ് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെയും ഒരു സംഘമായിട്ട്, വലിയൊരു സംഘവുമായാണ് അദ്ദേഹം ഇപ്പോൾ ഭാരതത്തിലെത്തിയിരിക്കുന്നത്. തുടർ ചർച്ചകളിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ചർച്ചകളിലുമെല്ലാം തന്നെ വിശാലമായ ചർച്ചകളും ധാരണകളും ഉണ്ടാകുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ പരസ്പരം കൈമാറുന്നതിനുള്ള, നിക്ഷേപങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നതിനും നൽകുന്നതിനുള്ള തീരുമാനമെടുക്കുക, അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ബിസിനസ് ടു ബിസിനസ് താല്പര്യങ്ങളുടെ ഒരു ചർച്ചകളും നടക്കാനുള്ള സാധ്യതയുണ്ട്. 5 ദിവസത്തോളം ഭാരതത്തിൽ അദ്ദേഹം ഉണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഭാരതത്തിലെത്തുകയും ചെയ്തത്. ഇന്ന് റെയ്സീന ഡയലോഗിൽ, അല്പസമയം മുമ്പാണ് റെയ്സീന ഡയലോഗിൽ അദ്ദേഹം പങ്കെടുത്തത്. റെയ്സീന ഡയലോഗിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഭാരതവും ന്യൂസിലാൻഡും 200-ലേറെ വർഷമായി സഹകരിച്ച് ജീവിക്കുന്ന, ഒന്നായി ജീവിക്കുന്ന 2 സമൂഹങ്ങളാണ്. ഈ 2 സമൂഹങ്ങൾ 200 വർഷത്തിലേറെ ഒന്നായി ജീവിക്കുന്നു. അവിടെ നിന്നുള്ള, അതായത് ന്യൂസിലാൻഡിൽ നിന്നും ഇപ്പോൾ തൻ്റെ സംഘത്തിലുള്ളവർ, അതായത് ഇപ്പോൾ ഈ ഭാരതം സന്ദർശിക്കുന്നവർ ഭാരത വംശജരായ ആൾക്കാർ നിരവധി ആ കൂട്ടത്തിലുണ്ട്. അത്തരത്തിലുള്ള നിക്ഷേപകരുണ്ട്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നു. 11% ഈ വിഭാഗങ്ങൾ, അതായത് ചില പ്രധാന നഗരങ്ങളിലെ 11% ജനത, ഓക്ലാൻഡിലെ 11% ജനത ഈ ഭാരതീയ വംശജരാണ് എന്ന വിവരങ്ങളും അദ്ദേഹം ഈ റെയ്സീന ഡയലോഗിൽ പറയുകയുണ്ടായി. റെയ്സീന ഡയലോഗിൻ്റെ മുഖ്യാതിഥിയായും മുഖ്യപ്രഭാഷകനായും സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. തീർച്ചയായും നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇരു രാജ്യങ്ങളും തമ്മിൽ ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തമായൊരു ബന്ധം ഉറപ്പിക്കുന്നതിനുള്ള നീക്കം വളരെ കൃത്യമായി നടക്കുന്നു. അതിൻ്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു. ഐസനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന റെയ്സീന ഉച്ചകോടിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും AI പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഭാവികാല ഉപയോഗം തുടങ്ങി നിരവധി കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിലൊക്കെ തന്നെയും AI സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ കൂടിയല്ലേ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്?
തീർച്ചയായും വിഷ്ണു, AI സംബന്ധിച്ച നിരവധിയായ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഫ്രാൻസിൽ നടന്ന AI ചർച്ച ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച് ഭാരതത്തിൻ്റെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള നിർമ്മിത ബുദ്ധി സമൂഹ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നിരവധിയായ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ഭാരതത്തിൽ നടക്കുന്നു. അതിനുള്ള ദൗത്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില ഗവേഷണങ്ങൾ നടത്തുന്നതിന് വലിയ നിക്ഷേപം തന്നെ അല്ലെങ്കിൽ വലിയൊരു പ്രൊജക്റ്റ് അലോക്കേഷൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസമാണ് ഭാരത സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ വലിയൊരു ജനസമൂഹത്തെ കൃത്യമായും കാര്യക്ഷമമായും സമഗ്രമായും വേഗത്തിലും റിപ്പോർട്ടുകൾ ലഭ്യമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പഠനങ്ങൾ ലഭ്യമാക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജീവിതം ഏറ്റവും സുഖകരമായൊരു ജീവിതം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരം ലഭ്യമാക്കുന്നതിന് സാധിക്കുമെന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം വീണ്ടും ഈ പ്രധാനമന്ത്രിയോട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത നമുക്കറിയാവുന്നതാണ്. വിവിധ ഭാഷകളും അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങളുമായി കഴിയുന്ന അത് നിരവധിയായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സമൂഹ ഭൗമശാസ്ത്ര പ്രദേശമായതുകൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഭാരതത്തിൽ വളരെയധികം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്ന നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണ നേട്ടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക, അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ അനുബന്ധമായ രാജ്യങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായ കമ്പനികളും നടത്തുന്ന വിശാലമായ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെയും അതിൻ്റെ അനുബന്ധമായ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിനും പരസ്പരം സഹകരിക്കുക എന്ന ധാരണ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ചർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ലോകത്തിൻ്റെ പുരോഗതിക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നത് സംബന്ധിച്ച ചർച്ചകളിൽ കൃത്യമായൊരു ഇടം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഭാരതത്തിനുണ്ട് എന്ന തിരിച്ചറിവ് ക്രിസ്റ്റഫർ ലക്സൺ ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടുതൽ വ്യാപകമാക്കുന്നതിനും ശക്തമാക്കുന്നതിനും സമഗ്രമാക്കുന്നതിനുമുള്ളൊരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വടക്കൻ കശ്മീരിലെ ഹന്ദ്വാരയിൽ ഭീകരനെ വധിച്ച സുരക്ഷാ സേന. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഭീകരനെ വകവരുത്തിയത്. ഇയാളുടെ പക്കൽ നിന്നും AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. സമീപത്തെ സ്കൂളിൽ 2 ഭീകരരെ വളഞ്ഞതായാണ് വിവരം. നേരത്തെ പ്രദേശം വളഞ്ഞ തെരച്ചിൽ നടത്തിയിരുന്നു. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുന്ന സാഹചര്യത്തിലാണ് ഭീകരർ വെടിയുതിർത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് നാഗ്പൂർ സന്ദർശിക്കും. നാഗ്പൂരിൽ മാധവ് നേത്രാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചടങ്ങിൽ ഭാഗമാകും. നാഗ്പൂരിലെ RSS ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നാണ് വിവരം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും. ഇസ്ലാമിക തീവ്രവാദം ഭാരതവും അമേരിക്കയും നേരിടുന്ന പൊതുവെല്ലുവിളിയെന്ന US രഹസ്യാന്വേഷണ മേധാവി തുൾസി ഗബ്ബാർഡ്. ഇസ്ലാമിക ഭീകരതയെ നേരിടാൻ ട്രംപും മോദിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായും തുൾസി പറഞ്ഞു. അതേസമയം ഖലിസ്ഥാൻ ഭീകര സംഘടന നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുളസി ഗബ്ബാർഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർഭവന്ത് സിംഗ് പന്നുവിനെ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഇന്ത്യക്ക് കൈമാറണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. വീണ്ടും വാർത്തകളിലേക്ക്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. യുവജന സംഘടനയായ ബജ്രംഗ് ദൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകും. സർക്കാർ ശവകുടീരം പൊളിച്ചില്ലെങ്കിൽ കർസേവയിലൂടെ പൊളിക്കുമെന്നാണ് ബജ്രംഗ് ദളിന്റെ മുന്നറിയിപ്പ്. കർണാടകയിലെ മുസ്ലിം പ്രീണനത്തിനെതിരെ തുറന്നടിച്ച് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ. മുസ്ലിം സംവരണം ഭരണഘടനാ വിരുദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ മുസ്ലിം പ്രീണനം കോൺഗ്രസ് ഇന്നും തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Who claim to be champions of Baba Saheb Ambedkar's legacy are destroying the very same legacy by implementing those very ideas that he opposed in his lifetime. The Chief Minister has also proposed a 1,000 crore Chief Minister Muslim Colony Development Fund. I want to ask the Chief Minister, what the hell is this 1,000 crore Muslim Colony Development Fund? You say you don't have money to even fill up potholes in the city of Bengaluru, but you have 1,000 crores allotted just for Muslim colony development.
Till when will we divide this country on the basis of Hindu colony and Muslim colony? Till when will the state funds, state largesse be divided on the basis of jat, decided on the basis of religion? Is this the kind of secularism that is being implemented here? രാജ്യത്തെ ഏറ്റവും അധികം ലഹരിക്കടത്ത് നടക്കുന്നത് കേരളത്തിലാണെന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്കുകൾ. 2ാം സ്ഥാനത്ത് പഞ്ചാബും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്കാണ് ലഹരിക്കടത്ത് കൂടുതലെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 30.8% കേസുകളും കേരളത്തിലാണ്. 27,701 കേസുകളാണ് NDPS ആക്ട് ഉൾപ്പെടുത്തി 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. 2023 കേരളത്തിൽ 30,715 കേസുകളും 22-ൽ 26,918 NDPS കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതായത് ലഹരി വിൽപ്പനക്കാരുടെ ഇഷ്ടയിടമായി കേരളം മാറിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പഞ്ചാബാണ് 2ാം സ്ഥാനത്തെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. പിന്നാലെ 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും ഉൾപ്പെടുന്നു. പഞ്ചാബിൽ 9,025 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3ാമതുള്ള മഹാരാഷ്ട്രയിൽ 7,536 കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതേസമയം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ രാജ്യമാസകലം കർശന ലഹരിമരുന്ന് വേട്ട ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര ഏജൻസി നീങ്ങിയത്. ജനം, ഡൽഹി. യമനിൽ ഹൂതികൾക്കെതിരെ US ആക്രമണം തുടരുന്നു. ഹുദൈദ തുറമുഖം കേന്ദ്രീകരിച്ച് വീണ്ടും അമേരിക്ക ആക്രമണങ്ങൾ നടത്തി. ഇന്നലെയുണ്ടായ സൈനിക നടപടിയിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ വൻ ആക്രമണമാണ് നടന്നത്. ആക്രമണത്തിൽ ഹൂതി ഭീകര നേതാക്കൾ പലരും കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇന്ന് പുലർച്ചെ യമനിലെ ഹുദൈദ തുറമുഖം ലക്ഷ്യമാക്കി 2 തവണ ശക്തമായ വ്യോമാക്രമണമുണ്ടായി. ഇന്നലെയുണ്ടായ സൈനിക നടപടിയിൽ 53 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചു. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന ഭീഷണി ഹൂതി ഭീകരർ ആവർത്തിക്കുകയാണ്. ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഭീകരാക്രമണം അവസാനിപ്പിക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. ഹൂതികളെ ഭീകരരായി പ്രഖ്യാപിച്ച ശേഷം നടക്കുന്ന ആദ്യ ആക്രമണമാണ് 2 ദിവസങ്ങളിലായി നടന്നത്. കപ്പലുകൾ ആക്രമിക്കുമെന്ന ഭീഷണി തുടരുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികൾ അമേരിക്ക ആവർത്തിക്കും. യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും. അതേസമയം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇത്തരം പ്രതിഷേധമെന്ന് വഖഫ് JPC ചെയർമാൻ ജഗദാംബിക പാൽ വിമർശിച്ചു. വഖഫ് ഭേദഗതി ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കാനിരിക്കെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസും ഇടത് പാർട്ടികളും TMCയും തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായി അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെ തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു. CAA-ക്കെതിരെ നടന്നതിന് സമാനമായി വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടത്തുമെന്ന് മുസ്ലിം ലീഗ് MP E.T. മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. പാർലമെന്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് തന്നെ ചെയ്യും. 2, ഈ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴികളും ഞങ്ങൾ തേടും. വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് നിയമത്തിൻ്റെ വഴികൾ തേടും. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി പടർന്നു പിടിക്കുന്ന പ്രക്ഷോഭം ഇതിന്റെ ഫലമായിട്ട് കൊണ്ടുവരും. അതേസമയം മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രതിഷേധത്തെ വിമർശിച്ച് വഖഫ് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ രംഗത്തെത്തി. ജനങ്ങളിൽ ആശയക്കുഴപ്പവും ഭിന്നിപ്പും ഉണ്ടാക്കാനാണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ജഗദാംബിക പാൽ പ്രതികരിച്ചു. किस सवाल पे आज जंतर मंतर पे ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड हो, जमायत उलमा हिंद हो या ओवैसी की पार्टी AIMM हो या विपक्ष की पार्टियों को नेताओं को बुलाया जा रहा है? ये केवल सियासी तकरार है. लोगों के मन में गुमराह किया जा रहा है. सरकार के प्रति केवल एक विरोध करने के लिए कहा जा रहा है. ഭൂമാഫിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ബില്ലിനെതിരെ തെരുവിൽ വന്നതെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക്കും പ്രതികരിച്ചു. ജനം, ഡൽഹി. വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2028-ൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട്. രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ അറിയിച്ചിരുന്നു. 2028 ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് ഭാരതം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ്
അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സജീവമായ ഉപഭോക്തൃ വിപണി, ആഗോളോൽപാദനത്തിലെ മികച്ച പങ്കാളിത്തം, നിക്ഷേപത്തിന് അനുകൂല സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമെന്നും മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാട്ടി. 2023-ൽ 3.5 ലക്ഷം കോടി ഡോളറായിരുന്നു സമ്പദ് വ്യവസ്ഥ. 2026-ൽ 4.7 ലക്ഷം കോടിയായി ഉയരുമ്പോൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകും ഭാരതം. 2028ഓടെ 5.7 ലക്ഷം കോടി ഡോളറായി വികസിക്കുന്നതോടെ ജർമ്മനിയെ പിറകിലാക്കി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ 3ാമതെത്തുമെന്നും റിപ്പോർട്ടിൽ കണക്കുകൾ സഹിതം പറയുന്നുണ്ട്. ലോക GDP-യിലുള്ള പങ്ക് ഉയരും. കൊറോണ വ്യാപനത്തിന് ശേഷമുള്ള ഏറ്റവും ആകർഷകമായ വില നിലവാരത്തിലേക്ക് ഇന്ത്യയിലെ ഓഹരി വിലകൾ എത്തുമെന്നും മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നു. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഇറക്കുമതി കുറച്ചുകൊണ്ട് ഉൽപാദനശേഷിയും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്നും ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. വീണ്ടും വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിൽ മദ്യനയ അഴിമതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ചെന്നൈയിൽ പ്രതിഷേധത്തിനെത്തിയ അണ്ണാമലൈ, തമിഴിസൈ സൗന്ദരരാജൻ തുടങ്ങിയ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. സമരത്തെ അടിച്ചമർത്താനാണ് DMK സർക്കാർ ശ്രമിക്കുന്നതെന്നും 1000 കോടി രൂപയുടെ അഴിമതി നടന്നതായും അണ്ണാമലൈ അറിയിച്ചു. ഡൽഹിയിൽ നടന്നതിന് സമാനമായി തമിഴ്നാട്ടിൽ മദ്യവിതരണശാലകൾ അനുവദിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മന്ത്രി സെന്തിൽ ബാലാജിയും മുഖ്യമന്ത്രി സ്റ്റാലിനുമാണ് അഴിമതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ആരോപണം നേരിടുന്നവർ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രതിഷേധം ശക്തമാക്കിയത്. ചെന്നൈയിൽ പ്രതിഷേധ പരിപാടിക്കായി വീട്ടിൽ നിന്നിറങ്ങവേ BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് പോലീസ് നടപടി. സമരവുമായി മുൻപോട്ടു പോകുമെന്നും പോലീസ് അനാവശ്യ പ്രശ്നമുണ്ടാക്കുകയാണെന്നും തമിഴിസൈ സൗന്ദരരാജൻ പ്രതികരിച്ചു. See, near my house itself, they are arresting. They are telling they are allow me. I won't go separately. I wanted everyone to come with me. So they agala poranga. Appo ellarum kootit ponom. നിരവധി നേതാക്കളെ പോലീസ് വീട്ടുതടങ്കലിലാക്കി. സമരം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കി. സമരം ശക്തമായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. தமிழ்நாட்டிலும் இடி தன்னுடைய முழு அறிக்கையை தாக்கல் செய்து முடிக்கும் பொழுது முதலமைச்சர் அக்யூஸ் நம்பர் 1 இருப்பார் என்பது என்னுடைய ஆணித்தரமான நம்பிக்கை. இல்லீகல் ரூட்ல 40% மேல சரக்கு வைக்கிறீங்க, அதுல வரக்கூடிய பணத்துல தான் நீங்க ஆட்சியை நடத்துறீங்கறதா நம்முடைய குற்றச்சாட்டு. இல்லை என்று சொன்னால் வெள்ளை அறிக்கை தாக்கல் செய்யுங்கன்னே. അഴിമതി കള്ളപ്പണ ഇടപാടിൽ അറസ്റ്റിലായ സെന്തിൽ ബാലാജിയെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ വീണ്ടും മന്ത്രിയാക്കിയത് മുഖ്യമന്ത്രി സ്റ്റാലിനും ഈ അഴിമതികളിൽ പങ്കുള്ളതുകൊണ്ടാണെന്നും BJP ആരോപിച്ചു. ജനം, ഡൽഹി. UP-യിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് വെടിയുതിർത്തത്. ഹത്രാസിലാണ് സംഭവമുണ്ടായത്. नाबालिग बच्ची के साथ दुष्कर्म किए जाने की घटना के संबंध में अभियोग पंजीकृत किया गया था और वो अज्ञात में था. इस संबंध में संदिग्ध व्यक्ति की शिनाख्त कर उस आरोपी को गिरफ्तार किया गया और जिसका नाम अमन पुत्र चांद खा है. और आज जब उसको माननीय कोर्ट के समक्ष प्रस्तुत करने हेतु उसके पूर्व जो निर्धारित प्रक्रिया है जिसमें हम उसको मेडिकल जांच के लिए ले जाते हैं, वहाँ हमारी टीम उसको लेके गई थी. वहां से वापसी में जब कोर्ट जा रहे थे तो नगला कोंडा के पास उस अभियुक्त ने यूरिनेट करने की बाथरूम जाने के लिए कहा. चौकी इंचार्ज बिसावर उसके साथ उतरे और उसको जब वो वहां पे ले गए तो अचानक से फिर उसने चौकी इंचार्ज का जो ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.